പാലക്കാട് സുൽത്താൻപേട്ട സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ഭക്തിപൂർവ്വം ആഘോഷിച്ചു. കാലത്ത് ഗണപതി ഹോമം, കലശപൂജ എന്നിവയോടെയാണ് പ്രതിഷ്ഠാദിന ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് തന്ത്രി സാന്നിധ്യത്തിൽ വിവിധങ്ങളായ ചടങ്ങുകൾ നടന്നു. ശേഷം നടന്ന അന്നദാനത്തിൽ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് പങ്കുകൊണ്ടത്. വൈകിട്ട് പ്രത്യേക ദീപാരാധനയോടെയാണ് പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് സമാപനമായത്. കഴിഞ്ഞ വർഷത്തോടെ ഈ കുംഭാഭിഷേക വാർഷികമായിട്ട് ഇവിടെ ഒരു അന്നദാനം കൊടുക്കണമെന്നൊരു ആവശ്യപ്പെട്ടുകൊണ്ട് ഗണേശോത്സവ കമ്മിറ്റി കഴിഞ്ഞ വർഷം തൊട്ട് ഇവിടെ അന്നദാനം കൊടുക്കുന്നുണ്ട്. എല്ലാ സമുദായ അംഗങ്ങളുടെയും ഒരു പിൻബലത്തോടെയും സംഭാവനത്തോടെയും അതിഗംഭീരമായിട്ട് ഈ കുരിയും അന്നദാനം കൊടുക്കാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു 2 വർഷമായി നമ്മളിത് തുടങ്ങിയിട്ട് ഇതിനെ മുഖ്യധാരയിൽ നിൽക്കുന്നത് ഗണേശോത്സവ കമ്മിറ്റിയാണ്. പിന്നെ രണ്ടാമത്തെ ഇത് മുരുകഭക്ത സംഘം. ഈ മഹത്തായ പ്രസാദകൂട്ടിൽ നമ്മുടെ ഈ സമൂഹത്തിലെ എല്ലാ മുരുകഭക്തന്മാരും ഇവിടെ വന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ എല്ലാ ധനസഹായം, അവരുടെ സഹകരണം എല്ലാത്തിനും നടന്നുകൊണ്ടിരിക്കുന്ന ഈ മഹത്തായ പ്രസാദകൂട്ട് ഇനിയും വർഷം തോറും നടത്തി വരാൻ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വികസനം കൊണ്ടും ഡെവലപ്മെൻറ്റ് കൊണ്ടും എല്ലാം കൊണ്ടും പാലക്കാട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തലയുയർത്തി നിൽക്കുന്ന ഈ മുരുക ഭഗവാൻ ക്ഷേത്രം, ഈ പാലക്കാട് നഗരത്തിൽ ജോലിക്ക് വരുന്ന മുഴുവൻ ആൾക്കാരും ഇവിടുത്തെ പ്രമുഖ വ്യാപാരികളും എല്ലാവരും ഇവിടെ വന്ന് ഭഗവാനെ ദർശനം നടത്തിക്കൊണ്ടുവേണം അവരവരുടെ ബിസിനസ് സ്ഥാപനങ്ങളിലേക്ക് പോകുന്നത്. എക്സിക്യൂട്ടീവ് ഓഫീസറും മറ്റ് ചെയർമാൻമാരും ഇവിടുത്തെ സ്ഥിരം തൊഴുകുന്ന മുരുകഭക്തന്മാരും ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങളും എല്ലാവരും കൂടെ ഈ മുരുകക്ഷേത്രത്തെ പാലക്കാട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് അന്തസ്സോടെ, ഐശ്വര്യത്തോടെ, അനുഗ്രഹത്തോടെ, അഭിമാനത്തോടെ പാലക്കാട് മുരുകക്ഷേത്രം തലയുയർത്തി പാലക്കാട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് നിൽക്കുന്നു. ന്യൂസ് പാലക്കാട്.